നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ദിവസം പെട്ടെന്ന് ആ അമ്മ വന്ന് കുട്ടിയുടെ മുമ്പിൽ നിന്നാലോ? അതുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? ഞാൻ ഇതുകൊണ്ട് വിറ്റിട്ട് വരാം. അച്ഛാ, ഒന്ന് അനുഗ്രഹിക്കച്ചാ. നന്നായി വരട്ടെ മോളെ. അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ പറഞ്ഞു തിരുത്താൻ ആർക്കും കഴിയില്ല. നമ്മൾ അവളെ കുറിച്ച് അഭിമാനിക്കല്ലടോ വേണ്ടത്. എത്ര പുണ്യം ചെയ്താലാ ഇങ്ങനെ ഒരു മോളെ കിട്ടുന്നത്. ക്ഷമ, എനിക്ക് പേടിയാവുന്നു ചേച്ചി. അവരവളെ സ്നേഹിക്കുന്ന കണ്ടില്ലേ? അവരോടല്ല ഞാൻ അവളെ ചോദിക്കേണ്ടത്. പെട്ടെന്ന് മോളോട് അമ്മയാണെന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു അമ്മ അവളെ തേടി വന്നാ എന്തായിരിക്കും അവള് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മോളെ, ഇനിയൊന്നും രാധിക മോളാണോ ഇതൊക്കെ വിൽക്കുന്നത്? ആയിരിക്കും. സ്നേഹയുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങുമ്പോ ഇടയ്ക്ക് ചിലപ്പോ കുറച്ച് ചീത്ത പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കച്ചവടം നടത്തുന്നത് രാധിക മോളാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സംശയം ഒന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ കാര്യത്തിൽ രാധിക മോള് കൃത്രിമം കാണിക്കാറില്ലല്ലോ. ഞാൻ നടക്കട്ടെ മോളെ. ക്ഷമ, ചേച്ചി, ചേച്ചി മോളുടെ അടുത്തേക്ക് ചെല്ല. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. ചെല്ല, പോ പോ. കുട്ടി, കുട്ടി പൂക്കൾ വേണം. ആ, പൂക്കളും ഉണ്ട്, പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം എടുത്തോളൂ. ദൂരം എവിടെ നിന്നെങ്കിലും വന്നതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഈ നാട്ടിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഈ നാട്ടിലുള്ള എല്ലാവരെയും കുട്ടിക്കറിയോ? എല്ലാവരും അറിയാം. വെറുതെ അറിയല്ല, നന്നായിട്ടറിയാം. ഞാൻ കുറച്ച് ദൂരെന്നാ. കുട്ടി തിരുമേനിയുടെ മകളാണല്ലേ? അതെ.
എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നതല്ലേ. അപ്പോ എല്ലാ മക്കളും വളർത്തു മക്കളല്ലേ. അതല്ല കുട്ടി, കുറച്ചു മുമ്പ് ക്ഷേത്രനടയിൽ വെച്ച് കുട്ടിയും അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ ചോദിച്ചത്. അച്ഛനും അമ്മയും എന്നെ എടുത്ത് വളർത്തിയതാ. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ അറിയാതെ ആരുടെയെങ്കിലും വായിന്ന് ഇതൊക്കെ അങ്ങ് വീണു പോവും. എന്നെ ജീവൻ അവർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടെങ്കിൽ അത് ആ അച്ഛന്റെ അമ്മയുടെയും മകളായിട്ട് ജീവിക്കുന്നത് തന്നെയാ. അപ്പോ കുട്ടിയെ പ്രസവിച്ച അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? ഒരു ദിവസം പെട്ടെന്ന് ആ അമ്മ വന്ന് കുട്ടിയുടെ മുമ്പിൽ നിന്നാലോ? അതെന്താ കുട്ടി മറുപടിയൊന്നും പറയാതിരുന്നത്? പ്രസവിച്ച് വലിച്ചെറിഞ്ഞ അമ്മ ഇനി എന്തിനാ തേടി വരുന്നത്? ഒരിക്കലും വരില്ല. അല്ല, ഒരുപക്ഷെ വന്നാലോ? വന്നാൽ എന്ത് ചെയ്യുന്നോ എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കായിരിക്കും. എന്നിട്ട് എന്റെ അച്ഛനെയും അമ്മയും ഞാൻ കാണിച്ചു കൊടുക്കും. ആ അമ്മ എന്നെ നഷ്ടപ്പെടുത്തിയപ്പോ എനിക്ക് കിട്ടിയ നേട്ടങ്ങളാണ് ഇതൊക്കെയെന്ന് പറയും. അതെന്റെ അഭിമാനം. ഞാൻ നടക്കട്ടെ. ശരി. ക്ഷമ. വേണ്ട, അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കണ്ട എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.